സ്റ്റെപ്സ് എക്സാമിന്റെ പ്രീവിയസ് ചോദ്യമായിരുന്നു അക്ബർനാമ എഴുതിയത് ആരാണ്? അക്ബർനാമ എഴുതിയത് അബുൽ ഫാസലാണ്. ഇത് 6ാം ക്ലാസിന്റെ 1ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ടതാണ്. അക്ബർനാമ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് 3 ഭാഗങ്ങളുണ്ട്. പാർട്ട് 1 അക്ബറുടെ മുൻഗാമികളെ കുറിച്ചും, പാർട്ട് 2 അക്ബറുടെ ഭരണകാലത്തെക്കുറിച്ചും, പാർട്ട് 3 അക്ബറുടെ ഭരണ സംവിധാനത്തെ കുറിച്ചുമാണ് പറയുന്നത്. ഈ 3ാമത്തെ ഭാഗത്തിന് ഐനി അക്ബരി എന്ന പേര് കൂടിയുണ്ട്. ആലോചിക്കുക, അക്ബർനാമ എഴുതിയത് അബുൽ ഫാസൽ, അതേസമയം ഐനി അക്ബരി എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ അബുൽ ഫാസൽ ആണ്. ഈ അക്ബർനാമയുടെ 3ാമത്തെ പാർട്ടിനെയാണ് ഐനി അക്ബരി എന്ന് വിളിക്കുന്നത്. അപ്പൊ ആലോചിക്കുക, 1ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഡൈനാസ്റ്റികൾ, സുൽത്താനേറ്റ് പീരീഡിലുള്ള രാജവംശങ്ങൾ ഓർഡറിൽ ഓർത്തിരിക്കുക. അതേപോലെ മുഗൾ രാജവംശങ്ങൾ ഓർത്തിരിക്കുക. അത് പഠിക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ പരീക്ഷയ്ക്ക് വേണ്ടി, ഓണപരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തപ്പോഴേ പറഞ്ഞതാണ്. അഗിതുസലോ എന്നുള്ളതാണ് കോഡ്. അഗിതുസലോ. ആ അടിമ വംശം, ഖൽജി വംശം, തുഗ്ലക് വംശം, സയ്യിദ് വംശം, ലോധി വംശം. സ്ലേവ് ഡിനാസ്റ്റി എന്നുള്ളതിന് മംലൂക്ക് ഡിനാസ്റ്റി എന്നുള്ള പേര് കൂടിയുണ്ട്. ആലോചിക്കുക, മലയാളം എഴുത്തിനാണ് അടിമ വംശം വരുന്നത്. സ്ലേവ് എന്ന വാക്കിന്റെ അർത്ഥം അടിമ എന്നാണ്. അപ്പൊ സ്ലേവ്, ഖിൽജി, തുഗ്ലക്ക്, സയ്യിദ്, ലോധി. കോഡ് എന്താണ്? അഗിതുസലോ. അഗിതുസലോ. അതേപോലെ മുഗൾ റൂളേഴ്സിനും നമുക്കൊരു കോഡ് പറയാം. കോഡ് ഫജ്സ എന്നാണ്. ഫജ്സ. BHAJSA. ഫജ്സ. ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ, ഔറംഗസേബ് എന്നിവയാണ് ഈ ഓർഡറിൽ വരുന്നത്. ആദ്യത്തെ ഭരണാധികാരി ബാബറാണ്. മുഗൾ രാജവംശം സ്ഥാപിച്ചത് ബാബറാണ്. മുഗൾ രാജവംശത്തിലെ ഏറ്റവും അവസാനത്തെ ചക്രവർത്തി ഔറംഗസേബാണ്. ആ ചോദ്യം ശ്രദ്ധിക്കുക. ചക്രവർത്തിയാണ് ചോദിക്കുന്നതെങ്കിൽ ഔറംഗസീബാണ്. രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരിയാണ് ചോദിക്കുന്നതെങ്കിൽ ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. പിന്നീട് മറ്റൊരു ക്യാരക്ടർ കേൾക്കുന്നത് ബീർബൽ ആണ്. ബീർബൽ അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്താണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലെ അംഗമായിരുന്നു ബീർബൽ. ബീർബൽ കഥകളൊക്കെ നമ്മൾ കേട്ടുള്ളതാണ്. അപ്പൊ ഇത് ഏത് ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു? അക്ബർ ചക്രവർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നു. മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത് ആരുടെ ഭരണകാലത്താണ്? ഇത് ഓണം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഔറംഗസേബിന്റെ ഭരണകാലത്താണ് മുഗൾ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായത്. അദ്ദേഹത്തിന്റെ ഭരണകാലം ഏകദേശം 50 വർഷമായിരുന്നു. മുഗൾ സാമ്രാജ്യം ദുർബലമാകാൻ തുടങ്ങിയത് ഔറംഗസേബിന്റെ കാലഘട്ടത്തിന് ശേഷമാണ്. മുഗൾ സാമ്രാജ്യം നിലനിന്ന കാലഘട്ടം 1526 മുതൽ 1857 വരെയാണ്. ഈ 2 വർഷങ്ങളും ഇന്ത്യൻ ചരിത്രത്തിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. 1522 പ്രത്യേകത പറയാമോ? 1526 പാനിപ്പത്ത്, ഹരിയാന. പാനിപ്പത്ത് യുദ്ധം. 1526 മുഗൾ രാജവംശം സ്ഥാപിക്കപ്പെടുന്നു. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലുള്ള യുദ്ധം. ബാബറും ഇബ്രാഹിം ലോധിയും തമ്മിലുള്ള യുദ്ധം. സുൽത്താനേറ്റ് ഭരണാധികാരിയായിരുന്നു ഇബ്രാഹിം ലോധി. ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചുകൊണ്ട് ആര് വന്നു? ബാബർ അധികാരത്തിൽ വന്നു. മുഗൾ രാജവംശം സ്ഥാപിക്കപ്പെട്ടു. അതാണ് 1526 ചരിത്രപരമായ പ്രത്യേകത. അതേസമയം 1857 പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ സമരമാണ്. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഷിപ്പായി മ്യൂട്ടിനി, ഷിപ്പായി ലഹള എന്നറിയപ്പെടുന്ന 1857 കലാപം ആലോചിച്ചേക്കുക. മുഗൾ സാമ്രാജ്യത്തിലെ അവസാനത്തെ ചക്രവർത്തി ഔറംഗസേബ് ആയിരുന്നു. അതേസമയം അവസാനത്തെ ഭരണാധികാരിയോ രാജാവോ ആണ് ചോദിക്കുന്നത് ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. ബഹദൂർ ഷാ സെക്കൻഡിന് മറ്റൊരു പേരല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്ന് നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണാം. ഓപ്ഷൻ ഉണ്ടെങ്കിൽ. പരീക്ഷയ്ക്ക് പൊതുവെ ഓപ്ഷൻ ഉണ്ടാവാറില്ല. ചില ചോദ്യങ്ങൾക്ക് ഓപ്ഷനും ഉണ്ട്. ഒന്നുകൂടെ പറയുന്നു, സ്റ്റെപ്സ് എക്സാം പല രീതിയിലാണ് ചോദ്യം. വിശദീകരണ ചോദ്യങ്ങളുണ്ട്, അനാലിസിസ് ചോദ്യങ്ങളുണ്ട്, 1 വേർഡ് ചോദ്യങ്ങളുണ്ട്, ഗ്രാഫ് അനാലിസിസ് ഉണ്ട്. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ മിക്സ് പാറ്റേൺ ആയിരിക്കും. ചിത്രങ്ങൾ ഉൾപ്പെടെ ചോദിക്കാറുണ്ട്. ചിത്രം കാണിച്ചിട്ട് ഇത് ഏതാണ്, ഇതാരാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ICT സഹായത്തോടു കൂടി പ്രസന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. 1857 കലാപത്തെ തുടർന്ന് കലാപകാരികൾ ആരെയാണ് ഡൽഹിയുടെ ഭരണാധികാരിയാക്കിയത്? ബഹദൂർ ഷാ സെക്കൻഡിനെയാണ് ഭരണാധികാരിയാക്കിയത്. പക്ഷേ കലാപത്തെ തുടർന്ന് ബഹദൂർ ഷാ സെക്കൻഡിനെ ബ്രിട്ടീഷുകാർ റങ്കൂണിലോട്ട് നാടുകടത്തി. അദ്ദേഹം അവിടെയാണ് മരണപ്പെടുന്നത്. അടുത്തൊരു ചോദ്യം, ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ ഇവ 3ഉം കടന്നു പോകുന്ന ഭൂഖണ്ഡം ഏതാണ്?
3 രേഖകളും കടന്നു പോകുന്നത് ആഫ്രിക്കയിലൂടെയാണ് കടന്നു പോകുന്നത്. എത്ര ഭൂഖണ്ഡങ്ങളുണ്ട്? കോണ്ടിനൻസ് 7 എണ്ണമാണുള്ളത്. ഏറ്റവും വലുത് ഏഷ്യയാണ്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ളതും ഏഷ്യയാണ്. ആഫ്രിക്ക കറുത്ത ഭൂഖണ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൂമിയെ ഉത്തരാർദ്ധവും ദക്ഷിണാർദ്ധവുമായി വിഭജിക്കുന്ന രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഇംഗ്ലീഷിലെ ഇക്വേറ്റർ, അളവുകൾ കൂടി പഠിച്ചിരിക്കുക. 0 ഡിഗ്രിയാണ് ഇക്വേറ്റർ. ഭൂമിയെ, ഇപ്പം ഞാനിവിടെ ഒരു റൗണ്ട് വരയ്ക്കുന്നു. ഇതാണ് ഭൂമി. ഭൂമിയെ ഉത്തരാർദ്ധഗോളം, ദക്ഷിണാർദ്ധഗോളം എന്നിങ്ങനെ തിരിക്കുന്നു, 2ആയിട്ട് തിരിക്കുന്നു. നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും. മുകളിൽ നോർത്ത്, താഴെ സൗത്ത്. ഇതും അറിയാമല്ലോ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മുടെ മൂക്ക് എന്നുള്ളതാണ് കോഡ്, ദിശ കണ്ടുപിടിക്കുക. നമ്മുടെ മൂക്ക് VNOS, VWE, നോസ്, NOS. വെസ്റ്റ്, ഈസ്റ്റ്, നോർത്ത്, താഴെ സൗത്ത്. അപ്പോ ഭൂമിയെ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവുമായിട്ട് വിഭജിക്കുന്നത് ഭൂമധ്യരേഖയാണ്. ഭൂമധ്യരേഖ ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ്. ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ആണ് ആര്? ഭൂമധ്യരേഖ. ലാറ്റിറ്റ്യൂഡ് പദം ആലോചിച്ചേക്കാം. ലാറ്റിറ്റ്യൂഡ് തിരിഞ്ഞു പോലെ, ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും. ഏറ്റവും വലിയ അക്ഷാംശ വൃത്തവും ഭൂമധ്യരേഖയാണ്. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത് ആൾറെഡി വൃത്തങ്ങളാണ്. ഭൂമധ്യരേഖയുടെ അളവ് 0 ഡിഗ്രിയാണ്. സമാന്തരങ്ങൾ എന്നറിയപ്പെടുന്ന രേഖകൾ അക്ഷാംശ രേഖകളാണ്. ഇവ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല, ഒരേ ക്രമത്തിൽ ഒരേ അകലത്തിൽ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമാന്തരങ്ങൾ, പാരലൽസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. 90 ഡിഗ്രി ഉത്തര അക്ഷാംശത്തെ ഉത്തര ധ്രുവം, നോർത്ത് പോൾ എന്നാണ് അറിയപ്പെടുന്നത്. നോർത്ത് പോൾ, നമ്മൾ ഭൂമി വരച്ചു, മുകൾ ഭാഗം നമ്മളിവിടെ ഒരു കുത്തി ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അത് നോർത്ത് പോൾ, താഴെ അതേപോലെ ആണെങ്കിൽ സൗത്ത് പോൾ. 90 ഡിഗ്രി ദക്ഷിണ അക്ഷാംശം അറിയപ്പെടുന്നത് ദക്ഷിണ ധ്രുവം എന്നുള്ളതാണ്, സൗത്ത് പോൾ എന്നാണ്. പോളുമായിട്ട് ബന്ധപ്പെട്ട് പോളില് 6 മാസം തുടർച്ചയായി പകലും രാത്രിയും ആയിരിക്കും. 6 മാസം പകലും 6 മാസം രാത്രിയും ആയിരിക്കും. ഇവിടെ ജനവാസ മേഖലയല്ല. ഓക്കെ, ആ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യുക. ഇത് ഏത് ടോപ്പിക്കാണെന്ന് മനസ്സിലായോ? ഭൂപടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. എസെൻഷ്യൽ എലമെന്റ്സ് ഓഫ് മാപ്പ് എന്നും പറഞ്ഞ ഒരു ഭാഗവും പഠിക്കാനുണ്ട്. അതും ഇമ്പോർട്ടന്റ് ആണ്. മാപ്പിലെ അവശ്യ ഘടകങ്ങൾ, ഭൂപടത്തിലെ അവശ്യ ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളൊരു ടോപ്പിക്ക് കൂടി ഇതിനോടൊപ്പം പഠിക്കാനുണ്ട്. ആലോചിക്കുന്ന 2 ചോദ്യങ്ങളാണ്. ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതും ഭൂപടങ്ങളുമായി ബന്ധപ്പെട്ടത്. ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്നുള്ളതാണ് ചാപ്റ്ററിന്റെ പേര്. 6ാം ക്ലാസ്സിൽ 6 അത് എല്ലാതൊന്നും ഓർമ്മയില്ല. ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടത് ഭൂപടങ്ങളുടെ പൊരുൾ തേടി എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾക്ക് റഫർ ചെയ്യാവുന്നതാണ്. ഇത് USS പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിർബന്ധമായും പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് കൂടിയാണ് ഇത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഭൂമധ്യരേഖയും ദക്ഷിണായന രേഖയും കടന്നു പോകുന്ന ഏക രാജ്യം ബ്രസീലാണ്. പുസ്തകത്തിൽ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന പ്രധാന ഭൂമിശാസ്ത്ര രേഖ ഉത്തരായന രേഖയാണ്. ഇംഗ്ലീഷ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ക്യാൻസർ ആണെന്ന് ആലോചിക്കുക. ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത് ആണ് പറഞ്ഞേക്കുന്നത്. 23.5 ഡിഗ്രി നോർത്ത്. ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ എന്നിവയെല്ലാം അക്ഷാംശ രേഖകളാണ്. ഈ പറഞ്ഞതെല്ലാം ലാറ്റിറ്റ്യൂഡ്സുകളാണ്.